ഞങ്ങൾ ഇപ്പൊ പോകുന്നത് ഓണം സദ്യക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മാംഗോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ തലേന്ന് തന്നെ സാധനം വാങ്ങണത്. നമ്മള് ഭയങ്കര റഷിൽ പോവാണല്ലേ. കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പാർക്കിലൊക്കെ പോകണം, കറങ്ങണം. അപ്പൊ അതെല്ലാം നമ്മുടെ വീഡിയോയിലുണ്ടാവും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളങ്ങനെ വമ്പൻ പർച്ചേസിംഗ് ഒക്കെ ആയിരുന്നു. വളരെ ഫാസ്റ്റിൽ എല്ലാം കഴിഞ്ഞ് സാധാരണ ഞങ്ങൾ കയറി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അവിടെ നിന്ന് ഇറങ്ങാൻ. ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് 2 മണിയായി കേട്ടോ. വീഡിയോ എടുക്കണം. എന്നിട്ട് വീഡിയോ എടുക്കാനൊക്കെ സമയം കിട്ടുമോ? അമ്മമാരുടെ വീഡിയോ അവരുടെ ഒരു വീഡിയോ, നമുക്കൊരു ആഡ് വീഡിയോ എടുക്കാനുണ്ട്. അതൊക്കെ എടുക്കണം. പിന്നെ നമ്മൾ പാർക്കിൽ പോകണം. അത് വേണം, എനിക്കത് വേണം. മറ്റേ ചോക്ക വേണം. ഉള്ളത് എന്നിട്ട് ഇരിക്കുകയാണ്. പാപ്പൻ തിന്നാൻ കുടിയുണ്ടെങ്കിൽ ടപ്പ് കൊട്ടുണ്ണി ടപ്പ് കൊട്ട്. ഇഷ്ടപ്പെടില്ലേടി എനക്ക് സപ്പോർട്ടാണത്. എടി കളി
ബഹളമാണ്. ഒരു സൈഡ് കരച്ചില്, ഒരു സൈഡ് സദ്യ. എല്ലാവർക്കും ഉത്രാട ആശംസകൾ. ഇത് ഉത്രാടം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പൊ എന്തായാലും എല്ലാ സാധനങ്ങളും ഓണക്കോടിയൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അവിടെ ഒരാൾ ഭയങ്കര ഒരുക്കം. ഓണക്കോടിയാണ്. വനവിന് ഓണക്കോടിയൊന്നുമില്ല. ഷോപ്പുകളാണ്. തിരുവോണത്തിന് അനന്തൂൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉത്രാടം കൂടെ ആഘോഷിക്കാന്ന് വിചാരിച്ചു. ആ നാളത്തിനാണ് നബിദിനവും കൂടെ. നമ്മൾ അപ്പോൾ എല്ലാവർക്കും ഇതും കൂടെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് നബിദിനാശംസകളൂടെ പറഞ്ഞിരിക്കുകയാണ്. നാളെ നമ്മൾ നബിദിനാശംസകളുടെ ഒരു ഇതും കൂടെ പറയും. ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പൊ പറഞ്ഞത് 28 കൂട്ടം കറികളാണ് പുള്ളിക്കാരി സെറ്റ് ചെയ്തത്. 28 ഉണ്ടാകുന്നു അറിയില്ല. ഇലയൊക്കെ ചതച്ച് കറിയാക്കി. ഇല ചതച്ചൊന്നുമല്ല, കറി കറിയാണ്. എനിക്ക് പായസം വേണം എന്ന് പറഞ്ഞിട്ട് വിടിയായിരുന്നു. ഒരു പായസം കുടിച്ച് അനിച്ചു. ഏതൊക്കെ കുടിച്ച്? ഇതിലൊക്കെ കുടിച്ച് പറ. പേരില്ലേ? വെർമിസെല്ലി ഉണ്ട്, കടല അടതായിരിക്കുന്ന വിശാലമായ ഷോറൂമാണ്. സാമ്പാറുണ്ട്, പരിപ്പുണ്ട്, മോര്, ചോറ്, രസം, പുളിശ്ശേരി എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ കുട്ടി ഞങ്ങളെ തിന്നാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇക്ക കഴിച്ച് എഴുന്നേറ്റിട്ട് ദൈക്ക വാവെ ആട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത്ര നേരം ഞാൻ നോക്കിയിട്ട് നമ്മൾ കഴിച്ചില്ല. ഞാനും ഉമ്മായും അവളും കഴിക്കാനുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ച് രാവിലെ തൊട്ട് ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾ നമ്മള് സമയം 3 മണിയായി. ഞാൻ കാണിച്ചു തരാം. 3 മണിയായി ക്ലോക്കിൽ. അപ്പോൾ 3 മണിയായപ്പോഴാണ് നമ്മൾ ആഹാരം കഴിച്ച് കഴിഞ്ഞ് പിള്ളേരൊക്കെ അത് തളർന്നിരിക്കുവാണ്. ഞാൻ കഴിച്ചില്ല. വിശക്കുന്നുണ്ട്, കഴിക്കണം. അവൾ ഉറങ്ങിയില്ല, ഉറങ്ങിയിട്ട് വേണം കഴിക്കാൻ. അവിടെ ഇരിക്കാൻ സ്ഥലമില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഏത് എടുക്കണം എന്നുള്ള രസവും കുടിച്ച് മോരും കുടിച്ച് ഞങ്ങൾ സദ്യയെല്ലാം ഉഷാലായി കഴിച്ച് ക്ഷീണിച്ചു. ബാക്കിൽ ഇതാ പപ്പടമൊക്കെ ഇരിക്കണം. വെക്കാൻ സ്ഥലമില്ലാതെ സെറ്റിയിലൊക്കെയാണ് പപ്പടമൊക്കെ വെച്ചത്. അപ്പൊ ഞങ്ങള് അവിട്ടെന്തിന സദ്യ ഉഷാറായി. അപ്പൊ നാളെ നമ്മൾ തിരുവോണ ദിവസം രാവിലെ അനന്തൂര് വീട്ടിലോട്ട് പോകുന്നുണ്ട്. അനന്തൂര് വീട്ടിലോട്ട് പോയി അവിടെ നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇട്ട് നമ്മുടെ ഓണക്കളികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓണക്കളികളൊക്കെ സെറ്റ് ചെയ്ത് സദ്യയൊക്കെ ഉണ്ട്, വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിഷ്വൽസും ഞാൻ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. ഇടയ്ക്ക് വെച്ച് നിർത്തി പോകല്ലേ. അപ്പോൾ ഇതാ ഞങ്ങൾ റെഡി ആയിട്ട് അനന്തൂരിന്റെ വീട്ടിലോട്ട് പോവാണ്. രാവിലെ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ചെന്നിട്ട് വേണം അത്തമൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്ക നമ്മളെ മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് റെഡിയായി. ഞാൻ സെറ്റ് കൊടുത്ത് റെഡി ആയിട്ടിരിക്കുന്നു. ഫ്രോക്കൊക്കെ നല്ല സെറ്റ് ഫ്രോക്കൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് കെട്ടാണ് കേട്ടോ. അവള് കൗട്ട് ഉടുപ്പ് കുളവാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കഴുത്തിൽ കെട്ടിക്കൊടുത്തതാണ്. പിന്നീട് നമ്മൾ കാണിച്ചു തരാം അവളുടെ ലുക്കൊക്കെ. അപ്പോൾ ചെന്നിട്ട് നമുക്ക് അത്തപ്പൂവൊക്കെ ഇട്ട് നമ്മളൊന്ന് കഴിച്ചിട്ട് പോലും അവിടെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അല്ലേ? അങ്ങനെ നമ്മൾ രാവിലെ പോവാണ്. എന്നെ ഞാൻ ഉറങ്ങിയൊന്നുമില്ല. രാത്രി നമ്മള് എഴുന്നേക്കും, കാലുപിടിക്കും, കിടക്കും, ഇത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങിയൊന്നുമില്ല. നമ്മൾ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിഷ്വൽസ് കാണിക്കാം. ഓക്കെ. ഉമ്മക്കുട്ടി കളിപ്പിക്കുവാണ് ഡാനുവിനെ.
ഹായ്